മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കണ്ടെത്താനുള്ള നിർണായക യോഗം ഡൽഹി സൗത്ത് ബ്ലോക്കിൽ നടക്കുന്നു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ, നിയമമന്ത്രി അർജുൻ റാം മെഘ്വാൾ തുടങ്ങിയവർ പങ്കെടുക്കുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ നാളെ സ്ഥാനമൊഴിയുന്ന സാഹചര്യത്തിലാണ് നടപടി. വിവരങ്ങളുമായി ഗൗതം ചേരുകയാണ്. ഗൗതം, യോഗം ഏത് തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ സുപ്രധാനമായ യോഗം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്നത്. നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന്റെ കാലാവധി അവസാനിക്കുകയാണ്. അദ്ദേഹം 2020 ഒക്ടോബർ മാസം ചുമതലയേറ്റ് ഇപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പുകൾ, അതായത് 31 നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനും അദ്ദേഹം നേതൃത്വം നൽകി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കുന്നു എന്ന് മാത്രമല്ല, ഇത്രയധികം തെരഞ്ഞെടുപ്പുകൾ, രാജ്യത്തെ മുഴുവൻ തെരഞ്ഞെടുപ്പുകളും 31 നിയമസഭകളിലേക്കും പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലേക്കും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടത്തി. ഒപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നേതൃത്വം നൽകിയാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. സ്വാഭാവികമായും അടുത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. പുതിയ നിയമപ്രകാരം അല്ലെങ്കിൽ പുതിയ പാനൽ പ്രകാരം പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അതോടൊപ്പം തന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമാണ് ഈ പാനലിലുള്ളത്. അവരുടെ യോഗമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഡൽഹിയിൽ നിന്നും ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്.